സംസ്ഥാന ബഡ്ജറ്റിൽ റബ്ബർ കർഷകർക്ക് സമ്പൂർണ്ണ നിരാശ. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമെന്ന ഇടത് സർക്കാരിന്റെ പ്രകടന പത്രിക വാഗ്ദാനം പാഴ്വാക്കായി. താങ്ങുവില നയാ പൈസ വർദ്ധിപ്പിച്ചില്ല. റബ്ബർ കൃഷി പരിരക്ഷിക്കാൻ യാതൊരു ഇടപെടലും നടത്താത്ത ഇടത് സർക്കാരിനെതിരെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് കടുപ്പിക്കുമെന്ന് കോട്ടയത്തെ റബ്ബർ കർഷകരുടെ പ്രതികരണം. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കും. പ്രകടന പത്രികയിൽ ഇടതു സർക്കാർ നൽകിയ വാഗ്ദാനമാണ്. എന്നാൽ കഴിഞ്ഞ 9 വർഷവും റബ്ബർ കർഷകർക്ക് നിരാശയായിരുന്നു ഫലം. സർക്കാരിന്റെ അവസാന ബജറ്റിലും മാറ്റമൊന്നുമില്ല. നിരാശ തന്നെ. 250 രൂപയെങ്കിലും താങ്ങുവിലാക്കണമെന്നായിരുന്നു കർഷകരുടെ ആവശ്യം. സംസ്ഥാന ബഡ്ജറ്റ് റബ്ബർ കർഷകരെ കണ്ടില്ലെന്ന് വെച്ചത് വളരെ നിരാശയാണ്. നേരത്തെ തന്നെ നിരാശയായിരുന്നു. പക്ഷേ ബഡ്ജറ്റിലും അത് കാണാതിരുന്ന വലിയ നിരാശക്കിടയായിരിക്കുകയാണ്. റബ്ബർ കർഷകരെ നേരത്തെ കുറേ കാലം മുമ്പൊക്കെ റബ്ബറിൻ്റെ ആദായം കൊണ്ട് ജീവിക്കാമായിരുന്നു, ഒരു 15 കൊല്ലം മുമ്പ് വരെ. അതിനുശേഷം ജീവിത ചെലവ് കൂടി, റബ്ബറിൻ്റെ വില കുറഞ്ഞു, ഉൽപ്പാദന ചെലവുകളെല്ലാം കൂടി. അതുകൊണ്ട് ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. നിലവിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പലരും റബ്ബർ കൃഷി ഉപേക്ഷിച്ച് മറ്റു കൃഷികളിലേക്ക് തിരിഞ്ഞു. നിലവിലെ സാഹചര്യം ഇത്രയും രൂക്ഷമാണെന്നിരിക്കെ റബ്ബർ കർഷകരുടെ ആവശ്യങ്ങൾ പാടെ സംസ്ഥാന ബജറ്റ് നിരാകരിച്ചെന്ന് കർഷകരുടെ പ്രതികരണം. റബ്ബറിന് കുറഞ്ഞത് ഒരു 300 രൂപയെങ്കിലും വില കിട്ടിയില്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ജീവിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ നിത്യച്ചെലവുകളും നമുക്ക് കൂടിക്കൊണ്ടിരിക്കുക. റബ്ബർ വെട്ടി ടാപ്പിങ്ങിൻ്റെ കൂലി കൂടിക്കൊണ്ടിരിക്കുകയും റബ്ബറിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് പണിക്കാർക്കൊക്കെ ഒരു പറമ്പിൽ പണിയുന്ന ഒരു പണിക്കാർ റബ്ബറിന് പണിയുന്നവരുത്തിന് ഒരു ദിവസം 1200 രൂപ പണിക്കൂലിയാണ്. നമുക്ക് അതിൽ ഭേദം റബ്ബർ കൃഷി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് മിനിമം 300 രൂപ കൂലി കിട്ടുന്നില്ലെങ്കിൽ മുന്നോട്ട് നമുക്ക് ജീവിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. റബ്ബർ കർഷകന് ഈ ബജറ്റിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ വലിയ പ്രതീക്ഷയല്ല, മുൻ അനുഭവങ്ങൾ വെച്ച് നമുക്ക് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒരു പ്രതീക്ഷ ഇല്ലാത്ത പോലെയാണ്. ഇലക്ഷനൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു നക്കാപ്പിച്ചെങ്കിലും പ്രഖ്യാപിക്കുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. കേരള കോൺഗ്രസ് എം മധ്യകേരളത്തിൽ റബ്ബർ കർഷകർക്ക് പരിരക്ഷ ഉറപ്പാക്കുമെന്ന് വാഗ്ദാനം നൽകിയതാണ്. എന്നാൽ ഭരണമുന്നണിയുടെ ഭാഗമായിട്ടും കേരള കോൺഗ്രസ് എം റബ്ബർ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് കർഷകർ പ്രതികരിക്കുന്നു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിനും ഇടതു സർക്കാരിനുമെതിരെ മധ്യകേരളത്തിലെ റബ്ബർ കർഷകർ പ്രതികരിക്കുമെന്നും കർഷകരുടെ മുന്നറിയിപ്പ്. ഇവിടുത്തെ റബ്ബർ കർഷകർ ആനപ്പകയോടുകൂടിയായിരിക്കും ഇനി ഇടതുപക്ഷ ഗവൺമെന്റിനെ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ വരാൻ വേണ്ടി ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത വിഭാഗമായ റബ്ബർ കർഷകർക്ക് 250 രൂപ തരാമെന്ന് വാഗ്ദാനം നൽകിയിട്ട് നാളിതുവരെയായിട്ടും അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഇന്ന് വിപണിയിൽ 202 രൂപ 1 കിലോ റബ്ബർ ഷീറ്റിന് വിലയുണ്ട്. കഴിഞ്ഞ നവംബർ മാസത്തിലാണ് സംസ്ഥാന സർക്കാർ 200 രൂപ അടിസ്ഥാന വിലയാക്കുന്നത്. 1 രൂപ സർക്കാരിന് ഈ റബ്ബർ കർഷകരുടെ നാമത്തിൽ ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല. അത്തരം സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഇവിടുത്തെ മധ്യ കേരളത്തിലെ വലിയ കർഷകരുടെ പാർട്ടി എന്ന് അവകാശപ്പെട്ട കേരള കോൺഗ്രസ് എമ്മിയും സർക്കാരിൻ്റെ മുന്നണി ഘടകകക്ഷിയായി നിൽക്കുമ്പോൾ ഇവിടുത്തെ റബ്ബർ കർഷകരെയാണ് വഞ്ചിച്ചിരിക്കുന്നത്. ഇതിന് രാഷ്ട്രീയമായിട്ട് ഇതിൻ്റെ ബാധ്യത കേരള കോൺഗ്രസ് എമ്മിൽ എത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടുത്തെ ജനങ്ങളോട് അതിന് മറുപടി പറയാൻ കേരള കോൺഗ്രസ് എം നേതൃത്വം വളരെ ബുദ്ധിമുട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. റബ്ബർ മേഖലയെ പാടെ അവഗണിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ തുടർന്നാൽ കേരളത്തിലെ റബ്ബർ മേഖല പൂർണ്ണമായും തകർന്നടിയുമെന്ന് കർഷകരുടെ മുന്നറിയിപ്പ്. ജനം, കോട്ടയം.